പി രാജീവിന്റെ വാർത്താ സമ്മേളനം അരമണിക്കൂർ കഴിഞ്ഞാൽ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ. അതിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കാം, അതിനുശേഷം NSSന്റെ നിലപാട് പറയാമെന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ യുവതീ പ്രവേശനത്തിൽ നമുക്കറിയാം ആദ്യം അതിനെ എതിർത്ത് രംഗത്ത് വന്നത് BJPയോ കോൺഗ്രസോ അല്ല, അത് NSS ആയിരുന്നു. സമരമുഖത്തേക്ക് ആദ്യം എത്തിയത് NSS ആയിരുന്നു. നിയമ നടപടിയുമായി ആദ്യം പോയത് NSS ആയിരുന്നു. അങ്ങനെ ഈ വിഷയത്തിൽ ആദ്യം മുതൽ തന്നെ യുവതീ പ്രവേശനത്തെ, സുപ്രീം കോടതിയുടെ യുവതീ പ്രവേശന വിധിയെ എതിർത്ത് രംഗത്ത് വന്നത് NSS ആണ്. അതിൽ കൃത്യമായ നിലപാടെടുത്തിരുന്നത് NSS ആണ്. ഇന്നും NSSന്റെ ഹർജിയാണ് സുപ്രീം കോടതിയുടെ മുന്നിലുള്ളത്. അപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാട് മയപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ NSSനൊപ്പം നിൽക്കുമെന്ന ആണ് പ്രതീക്ഷ എന്നാണ് ഇന്നലെ G. സുകുമാരൻ നായർ പറഞ്ഞത്. പക്ഷേ ഇന്ന് എന്ത് പറയും എന്നുള്ളതാണ് ഞങ്ങൾ നേരത്തെ അറിയിച്ചിട്ടുണ്ട് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ നിന്ന് ഞങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. സർക്കാർ തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഇന്നലെ പറഞ്ഞു. അത്തരത്തിലൊരു പ്രതീക്ഷ അതൊരു മുന്നോട്ട് പോക്കുണ്ടാവും അല്ലേ? അല്ല, ഞങ്ങൾ അത് പറഞ്ഞത് വെറുതെ അല്ല. കാരണം ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കെ തന്നെ അതിനൊരു തീരുമാനമുണ്ടാകാതെ തന്നെ ഈ ഗവൺമെൻറ് തന്നെ ഈ പഴയ ആചാരക്രമങ്ങളിൽ അനുസരിച്ച് കഴിഞ്ഞ 5-6 വർഷമായിട്ട് കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ്റും ദേവസ്വം ബോർഡും പഴയ സാഹചര്യത്തിലേക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഈ വിധി പുനഃപരിശോധിക്കണമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതൊന്നും എനിക്കറിഞ്ഞുകൂടാ, ഞാൻ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഇപ്പോഴല്ലേ വന്നേ. ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ കണ്ടായിരിക്കും ഇത്തരത്തിലൊരു നിലപാടിൽ? ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം പറയാം. എനിക്ക് ഈ പ്രശ്നമുള്ളൂ. ഞാൻ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ഒന്നും ഞാൻ ഇതുമായി കൂട്ടിക്കലർത്തുന്നില്ല. പെട്ടെന്നുള്ള തീരുമാനം കേസ് കൃത്യമായി പരിഗണിക്കണമെന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ കൃത്യമായി വിവരങ്ങൾ അറിയിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ അനുസരിച്ചൊരു തീരുമാനം എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനം അവർ നേരത്തെ തന്നെ ഇത് നടപ്പാക്കി. അതുകൊണ്ട് ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നു. അതല്ലെങ്കിലും ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ് ഈ കാര്യത്തിൽ. അതിന് വേണ്ട എല്ലാ കോടതിയിൽ ഞങ്ങളെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള എല്ലാ ശക്തമായ നിലപാടും ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉറപ്പൊന്നും അങ്ങനെ തന്നിട്ടില്ല. വാക്കാൽ എന്ന് പറഞ്ഞാൽ ആശയം വന്നു. അപ്പം ആശയം വന്ന സാഹചര്യത്തിൽ ഈ പഴയ രീതി തുടരുന്ന സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് അത് തുടരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവർ സംസാരിക്കുന്നു നമ്മളോട്. സർക്കാരിൽ പ്രതീക്ഷയുണ്ടോയെന്ന് വെച്ചാൽ നടപ്പാണ്ടേ, നടപ്പാക്കാതെ പറയാനൊക്കുമോ? എല്ലാം നടപ്പായാലും നടപ്പായില്ലേലും ഞങ്ങളുടെ നിലപാടിന് മാറ്റമൊന്നുമില്ല. സമ്മർദ്ദം വരുന്നുണ്ടോന്ന്? എനിക്ക് മനസ്സിലായില്ല എന്താണ്. അല്ല, അത് ഞങ്ങൾക്ക് സമ്മർദ്ദമൊന്നുമായിട്ട് തോന്നുന്നില്ല. ഞങ്ങൾ എപ്പോഴും റെഡിയാ ആ കാര്യത്തിൽ. അല്ല, ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമല്ലോ, അതിന് അവകാശമുണ്ടല്ലോ. ഇപ്പോഴത്തെ സാഹചര്യം ഇതല്ലേ, പഴയ കാലത്തിൽ കൂടെ അല്ലേ ഇപ്പൊ കടന്നു പോകുന്നു. അല്ല, അവിടെ ന്യായമായ തീരുമാനം എടുക്കുമെന്നാണ് കരുതുന്നത്. ആദ്യഘട്ടത്തിൽ കേസുമായി മുന്നോട്ട് പോയത് NSS മാത്രമാണ്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ NSSന്റെ
പരിശോധന ഹർജി സ്വീകരിക്കാൻ നിലപാടിലേക്ക് എത്തുകയാണ്. എന്താ ഞാൻ അറിഞ്ഞില്ലത്? ഒരു ഹർജി അവരിപ്പോൾ ഇടപെടുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല. ആർക്കൊക്കെ വേണേലും ഇടപെടാമല്ലോ. ഇനിയിപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനും ഇടപെടാം. പക്ഷെ അവരെന്താ പറയാൻ പോകുന്നത്, എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് ഗണിച്ചറിയാനൊക്കില്ല. ഇത് ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ അതെങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഗവൺമെൻറ് തന്നെ പഴയ സ്ഥിതിയിൽ കുറേ വർഷങ്ങളായിട്ട് തുടർന്നു പോകുന്നത് കൊണ്ട് ഞങ്ങളതിന് പ്രതീക്ഷയുണ്ട് അവരിൽ. ഉറപ്പുകൾ അല്ല, അതല്ല, അങ്ങനൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഉറപ്പെന്നല്ല ഞാൻ പറയാം, ഞങ്ങളുടെ ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് തുടരും, ഈ സാഹചര്യമായിരിക്കും തുടരുന്നതെന്നുള്ളൊരു ധാരണ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ആരോടും ഉറപ്പൊന്നും വാങ്ങിച്ചിട്ടില്ല. സ്ത്രീകളെ ഇപ്പോൾ എല്ലാവരും പറയുന്നത് ഈ സ്ത്രീകളെ കയറ്റുന്നില്ല. ആരാ പറഞ്ഞ അവിടെ സ്ത്രീകളെ കയറ്റുന്നില്ല? സ്ത്രീകളെ കയറ്റുന്നുണ്ടല്ലോ. ഒരു പ്രായപരിധിക്കകത്തുള്ള ആളുകൾ വരരുതെന്നാ പറഞ്ഞത്. അല്ലാതെ സ്ത്രീകളെ അടക്കം അവിടെ പ്രവേശിപ്പിക്കുകയല്ല എന്ന് പറയുന്നില്ല, ആരും പറഞ്ഞിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. നടപ്പാക്കാൻ സർക്കാർ ഇപ്പോൾ തയ്യാറാകുന്നില്ല, യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല, ആചാരങ്ങൾ സംരക്ഷിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആണല്ലോ. അങ്ങനല്ലേ ഇപ്പം സർക്കാർ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവരിൽ ഈ സംസ്ഥാന സർക്കാരിൽ പ്രതീക്ഷയുള്ളത്. കേന്ദ്ര സർക്കാർ ഇതുവരെ ഇതിനകത്ത് ഇടപെട്ടിട്ടില്ല. ഇപ്പോൾ പുതുതായിട്ട് ഇടപെടാൻ പോകുന്നു. ആ ഇടപെടുന്ന ഏത് രീതിയാണെന്ന് ഞങ്ങൾക്ക് നിശ്ചയിക്കാനൊക്കുമല്ല. അത് രീതി കണ്ടിട്ട് നമ്മളതിനെപ്പറ്റി അഭിപ്രായം പറയാം. യുവതികളെ കയറ്റുന്നത് ആ സമയത്തൊക്കെ തന്നെ LDF-ൻ്റെ ഒക്കെ തന്നെ ഒരു പ്രഖ്യാപിത പരസ്യ നിലപാടെന്ന് പറയുന്നത് പുരോഗമനപരമായ ചിന്തയാണ്. അതിനാൽ ഇതൊക്കെ പക്ഷേ അവരോട് തിരിച്ചു പോകുകയാണെങ്കിൽ അവരുടെ ഇടതുപക്ഷ ചിന്തകളിൽ നിന്നൊക്കെ തന്നെ അവർക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണ്. പിന്നെ അവരുടെ അതൊക്കെ അവരാലോചിച്ച് ചെയ്യട്ടെ. നമ്മളതിനെപ്പറ്റി പറയാൻ ആളല്ല. പുരോഗമന ചിന്ത എന്ന് പറഞ്ഞാൽ അത് വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്ത ഉണ്ടാകേണ്ടത്. കോടാനുകോടി ജനങ്ങൾ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തെ തകർത്തുകൊണ്ടല്ല പുരോഗമന ചിന്താഗതി ഉണ്ടാകേണ്ടത്. അതിനുള്ള മാർഗങ്ങളും വേദികളും വേറെയുണ്ട്. അല്ല, അതിനെപ്പറ്റി ഞാൻ ഗവൺമെൻറ്റിനോട് പറഞ്ഞിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ടൊന്ന് സംസാരിച്ചതാണ് നേരത്തെ. എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിരപരാധികളായിട്ടുള്ള ആളുകളെ കേസിൽ നിന്ന് മുക്തമാക്കണം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. എൻ്റെ അഭിപ്രായമായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. NSSൻ്റെ അഭിപ്രായമായിട്ട് പറഞ്ഞത്. അല്ല, കുറേ പേരെയൊക്കെ വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞത് അങ്ങനെയാണ്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. NSSന്റെ നിലപാട് അതിൽ ഒരു മാറ്റവുമില്ല. 1 മാസം പോലും സമയം വേണ്ട അത് സുപ്രീം കോടതിയെ അറിയിക്കാൻ. നിലപാടിൽ ഒരു തരത്തിലും വെള്ളം ചേർത്തിട്ടില്ല NSSന് കൃത്യമായ ബോധ്യവും ധാരണയും ഈ വിഷയത്തിലുണ്ട്. ഇതിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളത് തെറ്റായ പ്രചരണമാണെന്നും ഒരു പ്രത്യേക പ്രായപരിധി ആണ് സ്ത്രീകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളതും. അപ്പോൾ അത് ഭരണഘടനയുടെ തുല്യതയുമായി ബന്ധപ്പെട്ടതല്ല, സ്ത്രീകളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതല്ല, മറിച്ചൊരു പ്രായപരിധി, ഏജ് റെഗുലേഷനാണ് ഇവിടുത്തെ വിഷയം എന്നുള്ളതാണ് NSS ജനറൽ സെക്രട്ടറി പറയുന്ന കാര്യം. സർക്കാരുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉറപ്പ് ലഭിച്ചിട്ടുണ്ടോ? അപ്പോൾ G. സുകുമാരൻ നായർ പറയുന്ന കാര്യം അത് ശരിയുമാണ്. കാരണം സുപ്രീം കോടതിയുടെ ആ വിധി, യുവതികളെ പ്രവേശിപ്പിക്കാം എന്നുള്ള 5-അംഗ ബെഞ്ചിന്റെ വിധിക്ക് സ്റ്റേ ഇല്ല. പക്ഷേ അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ആ രീതിയിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല. ഒരു സ്ത്രീയും ശബരിമലയിലേക്ക് കയറണമെന്ന് ആഗ്രഹിച്ച് വരാഞ്ഞതാണോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ഉറപ്പ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് രേഖാമൂലമല്ല, പക്ഷെ വാക്കാൽ ഉണ്ട് എന്നുള്ളതാണ് G. സുകുമാരൻ നായർ പറയുന്ന കാര്യം. സർക്കാർ തിരുത്തണം, യുവതീ പ്രവേശനത്തെ എതിർക്കും എന്നുള്ളതാണ് പ്രതീക്ഷ എന്നും പറയുന്നു.